சின்னதா வேட்டு சத்தம் கேட்ட உடனே பாய்ந்து பறக்கிறேன் புறாவ നിന്നെ നിദാനമായി ഇറയെ തൂക്കിട്ട് പോറ കഴുകിടാ. കേരളത്തിൽ ഏറ്റവും അധികം വോൾവോ 9600 ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആരാണ്? കൊല്ലം ജില്ലയിലെ കൊട്ടിയത്തുള്ള പുഞ്ചിരി ട്രാവൽസ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുഞ്ചിരി ട്രാവൽസിന്റെ കൊട്ടിയത്തുള്ള ഗ്യാരേജിലാണ്. എന്തിനായിരിക്കും വന്നത് ഞങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലോ. വോൾവോയുടെ ഏറ്റവും പുതിയ മോഡലായിരിക്കുന്ന വോൾവോ 9600 SLX സ്ലീപ്പർ ലക്ഷറിയിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി വോൾവോ ഇൻബിൽറ്റ് ബാത്റൂം ഫെസിലിറ്റിയോടെ ഇറങ്ങിയിരിക്കുന്ന 9600 ബസ്സുകളാണ് പുഞ്ചിരി ട്രാവൽസ് ഇറക്കിയിട്ടുള്ളത്. വോൾവോയുടെ 9600 സ്ലീപ്പർ ബസ്സുകൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. വോൾവോയുടെ പുതിയ മോഡലായിരിക്കുന്ന വോൾവോ 9600 SLX എന്ന് പറഞ്ഞാൽ സ്ലീപ്പർ ലക്ഷറി എന്നാണ് വോൾവോ ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്ലീപ്പർ ലക്ഷറി ബസ്സുകളും അതുപോലെ വോൾവോയുടെ സ്ലീപ്പർ ബസ്സുകളും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കിയാലോ. പുതിയ 9600 SLX ബസ്സുകളിൽ ഒന്നിൽ രജനീകാന്തും ഒന്നില് സൂര്യമാണ് പുഞ്ചിരി ട്രാവൽസ് കൊടുത്തിരിക്കുന്നത്. ഒന്നൊരു ഓറഞ്ച് കളറും നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു കിളിപ്പച്ച കളറിലാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ പുഞ്ചിരി ട്രാവൽസിന് ഇപ്പോൾ ടോട്ടൽ 8 വോൾവോകളാണുള്ളത്. അതിൽ ഓരോ വോൾവോയിലുള്ള ഓരോ സ്റ്റാറുകളുടെ പേര് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തോ. നമ്മൾ നോക്കട്ടെ എത്ര പേർക്ക് കറക്റ്റ് എല്ലാ വോൾവോകളും അറിയാമെന്ന്. വോൾവോ കൂടുതലായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ഇന്റീരിയറിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇന്റീരിയർ നോക്കാം. പുറത്തെ മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്ലാസ് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ കൊടുത്തിരുന്ന ഒരു 9600 ഗ്ലാസ്സുകൾ വ്യത്യസ്തമായിട്ട് ഒരു ഷേപ്പിന് വ്യത്യാസം ഈ ഒരു 9600 SLXൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ബാക്കിലായിട്ട് 9600 SLX ബിസിനസ് ക്ലാസ് സ്ലീപ്പർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സാധാരണ 9600 S എന്നാണ് ഉണ്ടാവാറുള്ളത്, ഇവിടെ SLX കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുഞ്ചിരിയുടെ പേര് കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കിളിപ്പച്ച അതുപോലെ ഗ്രീൻ ബ്ലാക്ക് ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ ഒരു ബസ് പുഞ്ചിരി ട്രാവൽസ് ഇറക്കിയിട്ടുള്ളത്. ഇവരുടെ എല്ലാ ബസ്സുകളും ചെയ്യുന്ന ആലഞ്ചേരി ഗ്രാഫിക്സിനാണ് ഇതിൻ്റെ ഒരു ഗ്രാഫിക്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൂര്യയുടെ ഒരു പിക്ചർ മനോഹരമാക്കിയിട്ട് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു സൈഡ് ലുക്കിലുള്ള വ്യത്യാസം വരുന്നത്. ഇതിൻ്റെ ബാത്റൂം ഫെസിലിറ്റി വരുന്നത് ഈ ഒരു എമർജൻസി എക്സിറ്റ് ഡോറിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ്. അത് നമുക്ക് അകത്തുനിന്ന് നോക്കാം. ബാക്കിലായിട്ട് ബാഡ്ജിങ്ങിന് കുറച്ച് വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. വോൾവോ എന്നുള്ള പേരുടെ ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വോൾവോ 9600 SLX പ്രത്യേകം കാണാം. B8R എന്നുള്ള ബാഡ്ജിങ്ങും ഇപ്രാവശ്യം വോൾവോ SLXനകത്ത് ബാക്ക് വ്യൂവിൽ വോൾവോ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ട് ലുക്കിൽ വോൾവോ കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം ഇതിൻ്റെ ബാഡ്ജിങ്ങിലാണ്. വോൾവോയുടെ ലോഗോ ഇപ്രാവശ്യം പുതിയ ടൈപ്പ് ലോഗോ ആണ് വോൾവോ 9600 SLXന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഗ്ലാസ് ടോപ്പിൽ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ LED ഡിസ്പ്ലേ ബോർഡിൻ്റെ ചുറ്റുമായിട്ട് ഒരു ബ്ലാക്ക് സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ വ്യത്യാസം ഈ ഒരു SLX ബസ്സുകൾ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്റീരിയറിലാണ് വോൾവോ SLXൽ അപ്ഗ്രേഡേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇന്റീരിയറിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടോട്ടൽ 42 സ്ലീപ്പിംഗ് ബർത്തുകളാണ് വോൾവോ 9600 സ്ലീപ്പറിന് വരാറുള്ളത്. എന്നാൽ പുഞ്ചിരിയുടെ ഈ ഒരു ബസ്സിന് ഇൻബിൽറ്റ് ബാത്റൂം ഫെസിലിറ്റി വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ 40 ബെഡുകളാണ് ഇതിനുള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ ബെഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങളോട് നമുക്ക് ചെക്ക് ചെയ്യാം. ബെഡിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കാം. ഇതിൻ്റെ ബെഡിൻ്റെ ബാക്ക് സപ്പോർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് നിങ്ങൾക്ക് ഓടുന്നതാണ്. സിംഗിൾ ഇൻഡിവിജ്വൽ ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നത് ഒരു ഫുൾ ബാക്ക് സപ്പോർട്ടാണ് ഇപ്രാവശ്യം വോൾവോ കൊടുത്തിട്ടുള്ളത്. അവിടെ ഒറ്റ വോൾവോയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് ചെയ്തിട്ടുള്ള ഫുൾ 2 പേർക്ക് കൂടെ ഉള്ള ഒരു വലിയൊരു ബാക്ക് സപ്പോർട്ടാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ചാർജിങ് പോർട്ടിലൊക്കെ കൊണ്ടുവന്ന വ്യത്യാസം നോക്കി. ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്ലഗ് പോയിന്റ് കുത്തുന്ന രീതിയിലുള്ള ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ USB പോർട്ട് സൈഡിലായിട്ട് 2 സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ലാംപ്സും AC വെന്റിൻ്റെ ക്ലസ്റ്ററിന് കുറച്ച് വ്യത്യാസം ഈ പ്രാവശ്യം വോൾവോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നല്ലൊരു വ്യത്യാസം ഈ ഒരു ക്ലസ്റ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡ് പോർഷൻ ഇവിടെ ഒരു അഡീഷണൽ ഇതിനകത്താണ് USB പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു അഡീഷണൽ സംഭവം സെറ്റ് ചെയ്തിട്ട് ഇതിന് ഈ സൈഡിലായിട്ട് വോൾവോയുടെ ബാഡ്ജിങ് കൊടുത്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ ബാക്ക് സപ്പോർട്ടൊക്കെ പഴയ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ USB പോർട്ട് വരുന്നുണ്ട്. അതിൻ്റെ മൊബൈൽ ഹോൾഡർ വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് മൊബൈൽ ഹോൾഡർ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പം സെൻട്രലിലുള്ള ബെഡാണ്. അവിടെ സൂര്യയുടെ കണ്ണൊക്കെ നിങ്ങൾക്ക് കാണാം. SLX മോഡലിനകത്ത് ഇൻഡിവിജ്വൽ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. നമ്മൾ പുഞ്ചിരിക്ക് പക്ഷേ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടില്ല. ഇവിടെ ആയിട്ട് ഇതിൻ്റെ പുഞ്ചിരിയുടെ റൂൾസ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ ലഗേജ് ബർത്ത് വരുന്നത്. നമ്മുടെ ഹാൻഡ് ബാഗേജ് വെക്കാനുള്ള ബർത്ത് വരുന്നത് ഇതിൻ്റെ ബാക്കിലായിട്ടാണ്. അതിൻ്റെ സൈഡിലായിട്ട് ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ബെഡിൽ വോൾവോ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ. നല്ലൊരു ലക്ഷറി ലുക്കാണ് ഈ ഒരു ബെഡിന് ഇപ്രാവശ്യം SLXൽ വോൾവോ കൊണ്ടുവന്നിട്ടുള്ളത്. വോൾവോ 9600 Sൻ്റെയും അതുപോലെ വോൾവോ 9600 SLXൻ്റെയും ഇന്റീരിയർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുഞ്ചിരി അവരുടെ പാസഞ്ചേഴ്സിനായിട്ട് പുഞ്ചിരിയുടെ ബാഡ്ജ് ചെയ്തിട്ടുള്ള പില്ലോസ് വരുന്നുണ്ട്. അതുപോലെ ബ്ലൂ കളറിൽ ബാഡ്ജ് ചെയ്തിട്ടുള്ള ബ്ലാങ്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ബോട്ടിലും അതുപോലെ സ്നാക്സ് ബോക്സും കൊടുക്കുന്നുണ്ട്.
വോൾവോയുടെ പുതിയ മോഡലായിരിക്കുന്ന വോൾവോ 9600 SLXൽ ലോവർ ബർത്തിന്റെ താഴെയായിട്ട് നമ്മുടെ ചപ്പൽസും ഷൂസൊക്കെ വെക്കുവാനായിട്ട് ഒരു ഫുട്വെയർ സ്പേസ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഇപ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. എമർജൻസി എക്സിറ്റിന്റെ അവിടെയായിട്ടാണ് വോൾവോയുടെ ഇൻബിൽറ്റ് വാഷ്റൂം ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളത്. ഡോർ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഡോർ കൊടുത്തിട്ടുള്ളത്. ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി വരുന്നുണ്ട്. ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, ടിഷ്യൂ ഹോൾഡർ ഉണ്ട്, അതുപോലെ അകത്തായിട്ട് മിറേഴ്സ് വരുന്നുണ്ട്, ഹാൻഡ് വാഷിന്റെ ലിക്വിഡിന്റെ ഇത് വരുന്നുണ്ട്, മുകളിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞിട്ട് ഇത് അടച്ചു കഴിഞ്ഞാൽ ആ ഗ്രീൻ ഉള്ളത് അത് ലോക്ക് ചെയ്യുമ്പം റെഡ് ആയിട്ട് മാറുന്നതാണ്. ലേഡീസ്, കിഡ്സ്, അതുപോലെ സീനിയർ സിറ്റിസൺസിനാണ് യൂറിനൽ ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളതെന്ന് ഇൻസ്ട്രക്ഷൻസിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അതുപോലെ ഷുഗർ പേഷ്യൻസ്, അതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാത്റൂം യൂസ് ചെയ്യേണ്ടവർക്ക് ഈ ഒരു എല്ലാവർക്കും ഈ ഒരു യൂറിനൽ ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ബാത്റൂം സ്റ്റോപ്പുകളൊന്നും പുഞ്ചിരി കുറച്ചിട്ടില്ല, എല്ലാ സ്റ്റോപ്പുകളും അതുപോലെ തന്നെ ഉണ്ടാവും. ഈ ബസിന്റെ ഫസ്റ്റ് ട്രിപ്പാണിത്. ഫസ്റ്റ് യൂസർ എന്നുള്ള നിലയിൽ നമ്മൾ ഇവിടുത്തെ വാഷ്റൂം യൂസ് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് എമർജൻസി സിറ്റുവേഷൻസിൽ ലേഡീസിനും കിഡ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫെസിലിറ്റിയാണ്. ജെൻസിന് കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും, കാരണം സ്പേസ് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണിത്. ഞങ്ങൾ കൊല്ലമാണ് ഞങ്ങളുടെ സ്ഥലം. സ്ഥിരമായിട്ട് പുഞ്ചേരിയിലെ യാത്രക്കാരാണ്. ഞങ്ങളുടെ രണ്ട് മക്കളും ഈ ബസ് തന്നെയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. രണ്ടും അവിടെ എംപ്ലോയിഡാണ്. രണ്ടുപേരും അവിടെ എംപ്ലോയിഡാണ്. നല്ല ക്രൂസാണ്, നല്ല സർവീസാണ്, വളരെ മാന്യമായ പെരുമാറ്റങ്ങളും പിന്നെ നമ്മളെ വളരെ ഫ്രണ്ട്ലിയാണ്. പൊതുവെ നല്ല ഒരു ഇതാണ്. എക്സലൻറ്റ് ഫെസിലിറ്റീസ് ആർ പ്രൊവൈഡഡ്. ടോയ്ലറ്റ് സൗകര്യം ഇതിൻ്റെ അകത്തുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചിലർക്ക് അവർ നിർത്തുന്ന സ്ഥലത്ത് പോകാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം കാണും. അപ്പം പെട്ടെന്നൊരു ഇത് വരികയാണെങ്കിൽ നമുക്ക് എമർജൻസി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫെസിലിറ്റിയും കൂടെ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി സർവീസ് ഈസ് ഗുഡ് ആൻഡ് ഗുഡ് ബസ് സർവീസ്. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് കേരളത്തിലെ ആദ്യത്തെ വോൾവോ 9600 SLX? അതുപോലെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഇൻബിൽറ്റ് വാഷ്റൂം ഫെസിലിറ്റിയോടെ ഇറങ്ങിയിട്ടുള്ള 9600 സ്ലീപ്പർ. എങ്ങനെയുണ്ട് പുഞ്ചിരി ട്രാവൽസിന്റെ ഈ ഒരു ബസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബസ്സിൽ ഒരു ട്രാവൽ ചെയ്ത് അതിൻ്റെ ഒരു അനുഭവം കൂടി താഴെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഇനിയും ഇതുപോലെ പുതിയ വീഡിയോകളുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജനബോ.